ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. രാമായണത്തിന്റെ ശീലുകൾ ഉണർത്തി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കർക്കിടകം പുലർന്നു. ത്രിസന്ധ്യയ്ക്ക് ക്ഷേത്രങ്ങളുടെയും തറവാടുകളുടെയും ചുറ്റുപാടുകളിൽ രാമകഥയുടെ ശീലുകൾ ഉയർത്തി വീണ്ടും ഒരു രാമായണ മാസം. കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ ഒഴിയാനാണ് ഇനി രാമകഥാ പാരായണം. തോരാമഴയും തീരാ ദാരിദ്ര്യവുമാണ് പണ്ട് മുതൽക്കേ കർക്കിടകത്തിന്റെ മുഖമുദ്രകൾ. കള്ളക്കർക്കിടകമെന്നും പഞ്ഞമാസമെന്നുമൊക്കെയായിരുന്നു വിളിപ്പേരുകൾ. അടച്ചുപിടിച്ച് മഴ പെയ്യുമ്പോൾ വേലയും കൂലിയുമില്ലാതെ വലഞ്ഞിരുന്നു പൂർവികർ. കഴിക്കാൻ പോലും ഒന്നും കിട്ടാനില്ല. വീടിന് പുറത്തിറങ്ങാനും നിവൃത്തിയില്ല. ശരീര സംരക്ഷണത്തിന് പച്ചമരുന്നിട്ട് കഞ്ഞി, മനോബലം നിലനിർത്താൻ രാമായണ പാരായണം, ഇതൊക്കെയായിരുന്നു കർക്കിടകത്തിലെ പതിവ്. പട്ടിണിയും ദുരിതങ്ങളും അന്നത്തെ അത്ര ഇന്ന് ഇല്ലെങ്കിലും രാമായണ പാരായണം ഹൈന്ദവ ഭവനങ്ങളിലെ ആചാരവും സംസ്കാരവുമായി തുടരുന്നു. രാമായണത്തിന്റെ വിശുദ്ധിയിൽ കർക്കിടകത്തിനും പേരുദോഷം മാറി. രാമായണ മാസമെന്നും പുണ്യമാസമെന്നുമായി പേര്. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എന്നാണ് രാമായണ പാരായണത്തിന്റെ ഫലശ്രുതി. ഈശ്വര ഭജനത്തിലൂടെ ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റാനുള്ള ആധ്യാത്മിക വശം മാത്രമല്ല രാമായണ പാരായണത്തിനുള്ളത്. ഏതു പ്രതിസന്ധിയെയും നേരിടാനുള്ള പ്രചോദനം കൂടിയാണ് രാമായണം പകരുന്നതെന്ന് പഴമക്കാർ ചൂണ്ടിക്കാട്ടുന്നു. രാമായണ മാസമായിട്ട് വളരെ വർഷം മുൻപ് തന്നെ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഒരു സംസ്കാരമായിരുന്നു കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുക എന്നുള്ളത്. ശ്രീരാമചന്ദ്രന്റെ കഥയാണല്ലോ. മനുഷ്യൻ എങ്ങനെ ആകണം എന്നുള്ളതാണ് ആ കഥയുടെ ചുരുക്കം. മനുഷ്യന് ഏറ്റവും സംതൃപ്തി തരുന്നതും മനുഷ്യൻ ഏത് വിധത്തിൽ പോകണം എന്നുള്ളതും ആ ശ്രീരാമചന്ദ്രന്റെ കഥ തന്നെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് കേട്ടാൽ, ഈ കഥകൾ കേട്ടാൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആ രീതിയിൽ തന്നെ പോകണം. അതിൽ അടിയുറച്ച് പോവുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനെ തന്നെ വാർത്തെടുക്കുന്ന രൂപത്തിൽ തന്നെ ആകാം എന്നാണ് ശ്രീരാമചന്ദ്രൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.